ഒന്നാമത്തേത് കൽബുൻ സലീം, ആരോഗ്യമുള്ള ഹൃദയം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കൽബുൻ സലീം, ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടക്കിടക്ക് ചെക്കപ്പ് നടത്തി ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹൃദയം എന്നല്ല പറഞ്ഞത്. മറിച്ച് ഖുർആനിൽ പറഞ്ഞ കൽബുൻ മരീദ് കഴിഞ്ഞ ഖുത്ബയിൽ കേൾപ്പിച്ചല്ലോ. രോഗമുള്ള ഹൃദയം എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ നേരെ വിപരീതം രോഗമില്ലാത്ത കൽബുൻ സലീം, ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ രോഗം എന്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഖുത്ബയിൽ. ഷിർക്കും കുഫ്റും നിഫാക്കും ഇസ്യാനും ഇതൊക്കെ രോഗമാണ്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദ. ഒരു ഇസ്യാൻ, നമ്മളൊരു ഫാസിഖാണെങ്കിൽ, അതുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണെങ്കിൽ അതിങ്ങനെ വർദ്ധിച്ചു വരും. ഒരു ചെറിയ തെറ്റ് ചെയ്യണോനെ ആ തെറ്റ് കൂടി 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 വരെ ചെയ്യാം. അതുകൊണ്ട് അത് വർദ്ധിക്കുമെന്നുള്ള പറഞ്ഞു. ഇതില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഹൃദയമാണ് കൽബുൻ സലീം. സഹോദരങ്ങളെ, ആ ഹൃദയമുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ, നമ്മളെ മാനം കാക്കാൻ കഴിയുള്ളൂ. അതെന്താ അങ്ങനെ മാനം കാക്കാൻ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര സൂക്ഷ്മതയിലാണ് ജീവിച്ചത്. ആ ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥന കാണാം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഖുർആൻ സൂറത്ത് ശുഅറയിൽ പറയുന്നുണ്ട്. അത് പറയുന്നിടത്ത് ഇബ്രാഹിം നബിയുടെ ചില ആത്മഗതങ്ങൾ പറയുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് പുറമെ ഇബ്രാഹിം നബി ഇങ്ങനെ പറയുന്നു, സ്വന്തമായി പറയുന്നു, ആത്മഗതം ചെയ്യുന്ന ചില വാക്കുകൾ കൂടിയുണ്ട്. കാണാം നമുക്ക്. ഞാൻ ഓതി വെച്ച ആയത്താണ്. വലാ തുഹ്സിനി യൗമ യുബഅത്തുൻ. റബ്ബേ, നിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്നെ മാനം കെടുത്തല്ല പടച്ചോനെ. നിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം എന്നെ മാനം കെടുത്തല്ല പടച്ചോനെ, എന്നെ അപമാനിതനാക്കല്ല പടച്ചോനെ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. എൻ്റെ മക്കളോ എൻ്റെ മുതലോ എനിക്ക് ഉപകാരപ്പെടാത്ത ദിവസമാണെന്ന്. എനിക്ക് എന്തുണ്ടായത് കൊണ്ടും കാര്യമില്ല. എൻ്റെ മക്കളോ എൻ്റെ മുതലോ മാനക്കേടിൽ നിന്ന് എന്നെ കാക്കൂല. ദുനിയാവിൽ വാപ്പയുടെ മാനം ചോദ്യം ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ മക്കൾ വെറുതെ നിൽക്കില്ല. മാനം കെടുന്നൊരവസ്ഥ ദുനിയാവിലുണ്ടെങ്കിൽ ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ മുഴുവൻ സമ്പത്തും എഴുതി കൊടുക്കാൻ നമ്മൾ തയ്യാറാകും. അതുകൊണ്ടാണ് ഇപ്പോൾ വിലപേശൽ നടക്കുന്നത്. ഇന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ഇന്ന സ്ഥലത്തുള്ളതുണ്ട്, ഇന്ന നഗ്ന ഫോട്ടോ ഉണ്ട്, ഇന്ന കാര്യമുണ്ട്. ട്രാപ്പിൽ പെടുത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ വിലപേശുമ്പോൾ മക്കളറിഞ്ഞാൽ, നാട്ടുകാരറിഞ്ഞാൽ, ഭാര്യ അറിഞ്ഞാൽ, കുടുംബം അറിഞ്ഞാൽ, ഞാൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നെന്നറിഞ്ഞാൽ, അതുകൊണ്ട് ഇതിപ്പം പ്രചരിപ്പിക്കും, ഇതാളുകൾ അറിയും. ഭീഷണിപ്പെടുത്തുമ്പോൾ ചോദിക്കുകയാണ്, ലക്ഷങ്ങൾ കൊടുക്കുകയാണ് ചില ആളുകൾ. കോടികൾ, വലിയ വലിയ കച്ചവടക്കാർ കോടികൾ കൊടുത്തു. എന്തിൻ്റെ പേരിൽ? പെട്ടെന്നൊരു കോടീശ്വരൻ ദരിദ്രനായി മാറി. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും കേസ് കൊടുക്കുന്നതും പോലീസ് പിടിക്കുന്നതും ഒക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ്. എന്നാൽ അറിയാതെ പോയ എത്ര കേസുണ്ടെന്നറിയോ? ഒരാളോട് പറയാതെ എത്ര പാമ്പും കോണിയും കളിച്ച് 99 നിന്ന് 0 വന്ന പോലെ വന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? മാനം കാക്കാൻ പണം കൊടുത്തവർ, സമ്പാദ്യം കൊടുത്തവർ, ഒരായുഷ്കാലത്തെ പണം മുഴുവനും കൊടുത്തവർ. അല്ലാഹ് പറയാ, വലാ തുഹ്സിനി യൗമ യുബഅസൂൻ. ദുനിയാവിലേതല്ല, നാളെ പരലോകത്തെ മാനം കടല, ഏറ്റവും വലിയ മാനം കടൽ. പടച്ചോനെ, അന്ന് എന്നെ മാനം കെടുത്തല്ല പടച്ചോനെ. ആ മാനക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. എൻ്റെ മക്കളെ കൊണ്ട് കഴിയില്ല, എൻ്റെ മുതൽ കൊണ്ട് കഴിയില്ല. ഇല്ലാ മൻ, ഒരാൾക്ക് മാത്രം. ആരാണ്? അത്തല്ലാഹ, അള്ളാൻ്റെ അടുക്കലേക്ക് അവൻ എത്തിയത് ബിഖൽബിൻ സലീം, കൽബുൻ സലീമുമായി വന്നവനാ. കൽബുൻ സലീമുമായി വന്നവൻ ഒഴികെ ഒരാൾക്കും രക്ഷയില്ലാത്ത ദിവസമാണെന്ന്. അതാണ് കൽബുൻ സലീം. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരമൊരു സലീമായ ഒരു ഹൃദയം നമുക്കുണ്ടോ എന്ന് ഇത് നിലക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കാം. ഇബ്രാഹിം നബി ഇത് പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ ഹൃദയം എങ്ങനെയായിരുന്നു? അള്ളാഹ് പറയുന്നുണ്ട്. നമ്മളെ ഹൃദയം എങ്ങനെയാണെന്നുള്ളത് നമുക്കാർക്കും അറിയില്ല. ഒരു സർട്ടിഫിക്കറ്റും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇബ്രാഹിം നബിയെപ്പറ്റി അള്ളാഹ് പറയാ ഖുർആനിൽ, ഇബ്രാഹിം നബിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ ഇബ്രാഹിം നബിയാണ് പറഞ്ഞത്. കേട്ടോളൂ എന്താ പറഞ്ഞത് അള്ളാഹ്? വഇന്ന മിൻ ശിഅതിഹി ഇബ്രാഹിം ഇത് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി ആരാന്നറിയോ? ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൽബുൻ സലീമുമായി വന്ന വ്യക്തിയാണെന്ന് അള്ളാഹ് പറഞ്ഞത്. കൽബുൻ സലീമുമായി വന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി എന്ന് അള്ളാഹ് ഖുർആനിൽ പറയാ. ആ ഇബ്രാഹിം നബിയാണ് അള്ളാഹോട് ചോദിക്കുന്നത്, പടച്ചോനെ പറയുന്നത്, പടച്ചോനെ കൽബുൻ സലീമുമായിട്ട് അല്ലാതെ വന്നാൽ രക്ഷയില്ല എന്ന്. അതുകൊണ്ട്
ഒന്നാമതായി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് കൽബുൻ സലീം. 2 കൽബുൻ മുനീബ്, വിനയമുള്ള താഴ്മയുള്ള ഹൃദയം. ഒരാളുടെ മുന്നിലും ഏറരുത്. ഹൃദയത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് നമ്മളെ പ്രവർത്തനം ഉണ്ടാകുക. നമ്മളെ വാക്കും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ താഴ്മയോടെ ജീവിക്കുക. അള്ളാഹു പറയാണ്, നാളെ നരകത്തിൽ മനുഷ്യന്മാരിങ്ങനെ കിടന്ന് നിറയുന്ന സമയത്ത് സൂറത്ത് ഖാഫിൽ അല്ലാഹ് പറയാ, നരകം ചോദിക്കും ഫഹൽ മിൻ മസീദ്, ഇനി ആരെങ്കിലും ഉണ്ടോന്ന്. നരകം ലഅംലഅന്ന ജഹന്നം, നരകം നിറയും. എന്നിട്ട് നരകം ഇങ്ങനെ കത്തിജ്വലിച്ചിട്ട് നരകം ഇങ്ങനെ തിളച്ചു മറിയുന്ന നരകം ചോദിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ? ഫഹൽ മിൻ മസീദ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാ, ആ നരകത്തിൽ നിന്ന് ആരാ രക്ഷപ്പെടുന്നറിയോ? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. റഹ്മാനായ റബ്ബിനെ അദൃശ്യമായ അവസ്ഥയിൽ ഭയപ്പെട്ടു, അങ്ങനെ ജീവിച്ചു. വജാഅ ബിഖൽബിൻ മുനീബ്, അങ്ങനെ മരിച്ചവൻ അവിടേക്ക് എത്തിയത്, ഇവിടെ നിന്ന് ഹൃദയം നിലച്ച് മരിച്ച് അവിടേക്ക് എത്തിയത് കൽബ് മുനീബായിട്ടാ. ആ നിന്ന ഹൃദയം, മിടിപ്പ് അവസാനിച്ച ഹൃദയം കൽബുൻ മുനീബായിരുന്നു, താഴ്മയുള്ള ഹൃദയമായിരുന്നു. ഉദ്ഖുലുഹാ ബിസലാം, ആ മനുഷ്യനോട് പറയും സമാധാനത്തോടെ പ്രവേശിച്ചോ. ദാലിക യൗമുൽ ഖുലൂദ്, ഇത് സ്ഥിരവാസത്തിൻ്റെ ദിവസമാണ്. ഇനി ഇവിടുന്ന് മാറൂല, ഇവിടുന്ന് പോകേണ്ടി വരില്ല. ഇവിടുത്തെ അനുഗ്രഹങ്ങൾ നിന്നു പോകൂല. ഇവിടെ ഒരാൾ മാനം കെടുത്താൻ വരൂല. ഇവിടെ ഒന്നും നഷ്ടപ്പെടൂല. ഒരു സമ്പാദ്യവും പോകൂല, ഒരു മാറ്റവും ഉണ്ടാകൂല. ഇത് നിത്യവും ഇതുപോലെ നിലനിൽക്കും. ഇതിനത് പറഞ്ഞത്, ദുനിയാവ് നേരെ വിപരീത. ഇവിടെയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം ഖുലൂദല്ല, എപ്പോഴും അവസാനിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ കൽബുൻ മുനീബായിരിക്കണം. 3 ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഈമാന് കൊണ്ട് സമാധാനമടയുന്ന ഹൃദയം. അങ്ങനെ ഒരു ഹൃദയം ഉണ്ടോ എന്ന് ചിന്തിക്കണം. പല പ്രശ്നങ്ങളും ദുനിയാവിലുണ്ടാകും, പല പ്രതിസന്ധികളും ഉണ്ടാകും. ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, ഇത് പറയുന്ന സ്ഥലം മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചിട്ട് ഞാൻ മുസ്ലിമാണ് മുഅ്മിനാണെന്ന് പറയാൻ പറ്റാത്തൊരു കാലഘട്ടം. പറഞ്ഞാൽ കൊല്ലും. വാളിൻ്റെ മുനയിൽ നിർത്തിയിട്ട് ചോദിക്കും, മുസ്ലിമാണോ മുഅ്മിനാണോ? ആണെന്ന് പറഞ്ഞാൽ അപ്പം കൊല്ലും. അപ്പം അല്ലാഹ് പറഞ്ഞു, ഉള്ളിൽ ഈമാനുണ്ട്, അതിനോട് ഇഷ്ടമുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലാഹ് പറയാം. ആ വിഷയം പറയുമ്പോൾ അല്ലാഹ് പറയാ, ഏത് പ്രതിസന്ധിയിലും മുത്മഇന്നും ബിൽ ഈമാൻ എന്ന ഹൃദയമുണ്ടോ? ആൾക്കാർ ആ സമയത്ത് ചിലപ്പോൾ പറഞ്ഞു പോകും. അല്ലാഹ് പറഞ്ഞു, അവർക്ക് അതുകൊണ്ട് അവർ പ്രയാസം അനുഭവിക്കേണ്ടി വരില്ല. ഈ വിഷയം പറയുന്നിടത്ത് അല്ലാഹ് ഇത് പറയണത്. നമുക്ക് പഠിക്കാനുള്ള പാഠം, നമുക്ക് അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രയാസത്തിലും സമാധാനമടയാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടോ എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഇതെങ്ങനെ കിട്ടുക? അതാണ് അല്ലാഹ് തുടർന്ന് പറഞ്ഞത്. അല്ലാഹ് സക്കീനത്ത് ഇറക്കി കൊടുക്കും. ഹുവല്ലദീ അൻസല സക്കീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ, ഈമാനുള്ളവരെ കൽബിലേക്ക് അല്ലാഹ് സക്കീനത്ത് ഇറക്കി കൊടുക്കും. ലിയസ്ദാദു ഈമാന മഅ ഈമാനിഹിം, അവർക്ക് ഈമാൻ്റെ മേലെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ചില മനുഷ്യന്മാരെ ഹൃദയം ശ്രദ്ധിക്കണം. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഈമാൻ കൊണ്ട് മുത്മഇന്ന, ഈമാൻ ഉണ്ടെങ്കിൽ സമാധാനമുള്ള ഹൃദയം ഉണ്ടാകും. എപ്പോഴും ഇങ്ങനെ സങ്കടങ്ങളും ദുഃഖങ്ങളുള്ള ഹൃദയമൊന്നും ഉണ്ടാവില്ല. സമാധാനമടയാൻ കഴിയും റബ്ബിൻ്റെ തീരുമാനത്തിലൊക്കെ. എന്നാൽ ഇതെങ്ങനെ കിട്ടും? കിട്ടാൻ അല്ലാഹു തആല പറഞ്ഞു, നമ്മളെപ്പോഴും ആലോചിക്കുക, അത്തരം ഒരു ഹൃദയമാണോ? അറാബികളായ ആളുകൾ ഇസ്ലാം പഠിച്ച് മനസ്സിലാക്കിയവർ വന്നു, പക്ഷേ അങ്ങോട്ട് ഉറക്കണില്ല. എന്തിനാ അല്ലാഹ് പറഞ്ഞത്? നമ്മളൊക്കെ ചിന്തിക്കാനാ. കാലത്തിൽ അറാബു ആമന്ന, അവർ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന്. അല്ലാഹ് പറഞ്ഞു, കുല്ലം തുഅ്മിനു, മുഅ്മിനാന്ന് പറയണ്ട, വലാക്കിൻ കൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി. എന്താ കാരണം എന്നറിയോ? വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ആ രൂപത്തിൽ ഈമാനാണ്ട് കടന്നിട്ടില്ല. ഈമാൻ ഹൃദയത്തിലേക്ക് ഉറച്ച രൂപത്തിൽ ഹൃദയത്തിലേക്ക് കൽബിലേക്ക് കടന്നോനെ മുഅ്മിൻ എന്ന് പറയുള്ളൂ. എല്ലാത്ത മുസ്ലിമാന്ന് പറഞ്ഞാൽ മതി. റേഷൻ കാർഡിൽ മുസ്ലിമാണ്, ആധാറിൽ മുസ്ലിമാണ്, SSLC ബുക്കിൽ മുസ്ലിമാണ്, മതം ഇസ്ലാമാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. ഈമാൻ ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ മുഅ്മിൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സഹോദരങ്ങളെ, വഹി ഇറങ്ങുന്ന കാലമായതുകൊണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ വഹിയൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഏതിലാ പെടുക? നമ്മൾ ആധാറിലും നമ്മളെ രേഖയിലും മാത്രം മുസ്ലിം എന്നുള്ളത്, അങ്ങനെ ഒരു മുസ്ലിമായിട്ട് മരിച്ചു പോകുമോ? അതല്ല ഈമാൻ ഹൃദയത്തിലേക്ക് കടന്ന് ഒരു മുഅ്മിനായിട്ട് മരിക്കാൻ പറ്റുമോ? ഇത് നിലക്കണതിന് മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ്. 4-ാമത്തേത് റബത്തിന അലാ ഖുലൂബിഹിം, അത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ പറയണം.
അതാണ് നാലാമത്തേത്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നാടും വീടും വിട്ട് പോന്നവരാണ്. നാട്ടിൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു. അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണം ഉണ്ടായി. അവർ തുറന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ അള്ളാഹ് എന്താ ചെയ്തെന്നറിയോ? അവർ ഹൃദയങ്ങൾക്ക്, കൽബുകൾക്ക് ഐക്യം നൽകി. വറബത്ന അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. ഞങ്ങളെ റബ്ബ് ആകാശഭൂമികളെ റബ്ബാണെന്ന് അവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് ധൈര്യസമേതം നട്ടല് നിവർത്തി പറഞ്ഞു. അതാണ് കാമു എന്ന് പറഞ്ഞാൽ. പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കാമു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എഴുന്നേറ്റ് നിന്ന് അവർ പറഞ്ഞു എന്നാ. എന്താ അങ്ങനെ പറയാൻ? ഇരുന്ന് പറഞ്ഞാലും ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ആ കാമു എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ആരെയും ഭയപ്പെടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയാൽ പിന്നെ സംശയിക്കുന്ന കൽബുണ്ടാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം. ഹൃദയം നിരക്കണ സമയത്ത് അതിന് തൻ്റെ ഇടത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയണം. അള്ളാഹ് പറയാ അങ്ങനെ പറഞ്ഞു ചെറുപ്പക്കാർ. ഇത് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. എന്താണ് പറയുന്ന ആശയം? ലൻ നദ്ഉവ, എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലൻ നദ്ഉവ മിൻ ദുനിഹി ഇലാഹ, അള്ളാഹുവിന് പുറമെ ഒരാളോട് ഞങ്ങൾ ദുആ ചെയ്യില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലൻ നദ്ഉവ മിൻ ദുനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് അതിരി വിട്ട് പറഞ്ഞവരായി പോകും, പറയാൻ പാടില്ലാത്തത് പറഞ്ഞവരായി പോകും. അപ്പം അള്ളാഹ് പറയാ അവർക്ക് അല്ലാഹു തആല മനസ്സിന് കെട്ടുറപ്പ് നൽകി, ഐക്യം നൽകി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദായിമാരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒരേ മനസ്സ്. പിന്നെ അതിൽ ഇലയിൽ പിന്നെ ഒരു സംശയമൊന്നും വേണ്ട, ആരെയും സംശയം വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നിൽക്കുന്നവർക്ക് ഒരേ ഹൃദയമായിരിക്കണം, ഒരേ ചിന്താഗതി, ഒരേ കൽബായിരിക്കണം. അതിൽ പിന്നെ ഇങ്ങനെ മാറി മാറി പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ചേർക്കുന്ന ഏത് പ്രയാസം, മനസ്സ് പതറിപ്പോകുന്ന രംഗത്ത് മൂസാ നബിൻ്റെ ഉമ്മാനെ പറ്റി അള്ളാഹ് പറയാം. ഫിർഔന് വന്നിട്ട് അന റബ്ബുക്കുമുൽ ആല, പറയാത്തവരൊക്കെ കൊല്ലും, കുട്ടികളൊക്കെ കൊല്ലാണ്. അപ്പോൾ മൂസാ നബിൻ്റെ ഉമ്മയെപ്പറ്റി അള്ളാഹ് പറയാം വഅസ്ബഖ ഫുആദു ഉമ്മി മൂസാ ഫാരിഗ. മൂസാ നബിൻ്റെ ഉമ്മാൻ്റെ മനസ്സ് അന്യ ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവായി. ഇൻ കാദത്തില തുബ്ദി ബിഹി, അവർ ഒരു പക്ഷേ പറഞ്ഞേക്കുമായിരുന്നു. അള്ളാഹ് പറഞ്ഞ ഈ കാര്യം മറച്ചു വെച്ച് ആ കുട്ടി ചിലപ്പം കൊല്ലപ്പെടുമായിരുന്നു. അള്ളാഹ് ഒരു വഹി കൊടുത്തിട്ടുണ്ട്, ഒരു തോന്നൽ മൂസാ നബിൻ്റെ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് പറയാ ലൗലാ അർറബത്തിന അലാ ഖൽബിഹാ വലൗലാ അർറബത്തിന അലാ ഖൽബിഹാ ലിതകൂന മിനൽ മുഅ്മിനീൻ. അവർ മുഅ്മിനീങ്ങളിൽ പെട്ടവരായി തീരാൻ വേണ്ടി അവരെ ഹൃദയത്തിന്, കൽബിന് ഞാൻ ആ ഹൃദയത്തെ റബത്ത എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ആ ഹൃദയത്തിന് നാം ഉറപ്പ് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരത് പറഞ്ഞു പോകുമായിരുന്നു എന്നാണ്. മുഅ്മിനീങ്ങൾ ഉൾപ്പെടാൻ വേണ്ടി എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആളുകളിലൊക്കെ ഒരേ ഐക്യം, ഹൃദയത്തിൽ ഒരേ അവസ്ഥ വേണം. അഞ്ചാമത്തത് യഹ്ദി ഖൽബഹു. പരിശുദ്ധ ഖുർആനിൽ 64-ാം അധ്യായത്തിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയാം, ചില ഹൃദയത്തിൽ ആ ഹൃദയം ശരിയായി പ്രവർത്തിക്കുന്ന ഹൃദയമായിരിക്കും. യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞതാ. എന്താ ഹിദായത്ത് എന്നാൽ? ശരിയായ വഴി, ശരിയായ മാർഗം. യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞാൽ ആ ഹൃദയം ശരിക്ക് നേരായ ഹിദായത്ത് കിട്ടിയ ഹൃദയമായിരിക്കും. ഹൃദയത്തിൻ്റെ മേലെ കൈവച്ച് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് 17 തവണ പറയുന്നവരാണ് നമ്മൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് കൊടുക്കും. അതാ ഹൃദയത്തിനാണ് കൊടുക്കുക. എവിടെ ഹിദായത്ത്? ഹൃദയത്തിലാണ് അവിടെ കിട്ടേണ്ടത്. കയ്യുമലും കണ്ണുമലും കാലുമലും മൂക്കുമലും ഒന്നല്ല, ഹൃദയത്തിനാണ് കിട്ടുക. യഹ്ദി ഖൽബഹു എന്ന് പറഞ്ഞാൽ അതാ, അവിടെയാണ് അല്ലാഹു തആല അത് കൊടുക്കുക. എവിടെയാണിത് പറയുന്ന സ്ഥലം എന്നറിയോ? ചിലപ്പോൾ നമ്മളൊക്കെ വിട്ടുപോകുന്നൊരു സ്ഥലമുണ്ട്. മാ അസ്വാബ മിൻ മുസീബത്തിൻ, കേൾക്കണം, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ. എന്തൊരു മുസീബത്ത് ജീവിതത്തിൽ വന്നാലും, എന്തൊരു ദുരന്തം നിങ്ങളെ തേടി വന്നാലും, എന്തൊരു അപകടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാലും, ഇല്ലാ ബിഇദ്നില്ലാ, എല്ലാം അള്ളാഹിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ വരുന്നില്ല. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു മുസീബത്ത് വരുന്നില്ല. കേട്ടോളൂ. എന്നാൽ വമൻ യുഅ്മിൻ ബില്ലാഹ്, അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവൻ, യഹ്ദി ഖൽബഹു, അവൻ്റെ ഹൃദയത്തെ നാം ഹിദായത്തിലാക്കും. അവൻ്റെ കൽബ് ശരിയായ വഴിയിലാണ്. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. എന്താണിത് പറഞ്ഞത്? എവിടെയൊക്കെ അത് ചേർത്ത് പറഞ്ഞതറിയോ? മുസീബത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം പലപ്പോഴും എന്തൊക്കെ ഉണ്ടോ, നമ്മൾ ആരായിരുന്നാലും ശരി, ഏതവസ്ഥയിലായിരുന്നാലും ശരി, ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ കൽബ് മാറിപ്പോകും. ഒരു അപകടം നമ്മളെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരിക. മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ മരണവാർത്ത അറിഞ്ഞ്
മരിച്ചു എന്നറിഞ്ഞ് അവർ പോസ്റ്റ്മോർട്ടം കഴിയുന്നത് വരെ വീട്ടിൽ കാത്തിരുന്ന് അകന്ന ബന്ധുക്കളിൽ പലരുമാണ് ആശുപത്രിയിൽ മോർച്ചറിയുടെ മുന്നിലുള്ളത്. മണിക്കൂറുകൾ കാത്തുനിന്ന് എല്ലാ പ്രൊസീജറും കഴിഞ്ഞ് മയ്യത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. ഈ മയ്യത്തിൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ടവർ ഭാര്യയും മക്കളും മാതാപിതാക്കളും ആ വീട്ടിലുള്ളത്. ഒരു മയ്യത്ത് കണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ കാണുന്നൊരു കാഴ്ച ഉണ്ട്. എന്താണ്? അവിടെ വിലാപങ്ങളാണ്, കരച്ചിലാണ്, പൊട്ടിക്കരച്ചിലാണ്, അല്ലേ? എന്നിട്ട് പലതും അവർ പറഞ്ഞു പോകും, പല വാക്കുകളും അവർ പറയും. പലതും അള്ളാഹ് പൊറുക്കാത്ത കാര്യങ്ങളാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. എന്ത് മുസീബത്ത് വന്നാലും ഹൃദയത്തെ ശരിയാക്കി നിർത്താൻ കഴിയണം. ആ ഹൃദയത്തിൻ്റെ ഉടമയാകണം. ഇല്ലെങ്കിൽ അപകടം എന്താ അറിയോ? എന്താ അപകടം? പറയേണ്ടത് പലതും, കിട്ടേണ്ടത് പലതും കിട്ടേണ്ടവർക്ക് കിട്ടാതെ പോകും. മകൻ മരിച്ചു എന്നറിഞ്ഞാൽ ആദ്യം പറയേണ്ട വാക്കുണ്ട്, അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു. ഇത് പറയാൻ വാപ്പ മറന്നുപോയി, ഉമ്മ മറന്നുപോയി. അങ്ങനെ മറന്ന ഗതികെട്ട വാപ്പയാകരുത്, ഉമ്മയാകരുത്. നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ മക്കൾക്ക്, ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഒന്നാം സ്ഥാനത്തുള്ള പ്രാർത്ഥന സ്വന്തം ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ്. സ്വന്തം ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ്. ആ കിട്ടേണ്ട ഉമ്മാൻ്റെ പ്രാർത്ഥന കിട്ടാതെ വെറും പൊട്ടിക്കരച്ചിലും വിലാപങ്ങളും മാത്രമായി മാറി. ഉമ്മ മറന്നുപോയി പ്രാർത്ഥിക്കാൻ, വാപ്പ മറന്നുപോയി പ്രാർത്ഥിക്കാൻ. ആ വാപ്പാൻ്റെ പ്രാർത്ഥന കിട്ടേണ്ടിയിരുന്നു, പടച്ചോനെ എൻ്റെ കുട്ടിക്ക് പുറത്തു കൊടുക്കുക, പടച്ചോനെ എൻ്റെ കുട്ടിയോട് കാരുണ്യം കിട്ടുക, പടച്ചോനെ. ഈ അവസ്ഥ ഞാനീ പറഞ്ഞ പൊട്ടിക്കരച്ചിലും വിലാപങ്ങളുമുള്ള വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാകുമോ സഹോദരങ്ങളെ? നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ചിന്തിക്ക്. പറഞ്ഞിട്ടുണ്ടാകുമോ? നമ്മളെ കുട്ടിക്ക് കിട്ടേണ്ട, എൻ്റെ കുട്ടി മരിച്ചു എന്നുള്ള വാർത്ത കിട്ടിയാൽ പടച്ചോനെ എൻ്റെ കുട്ടിക്ക് പുറത്തു കൊടുക്കുന്നു പറയാൻ. അപ്പം നമ്മളെ മനസ്സ് മാറി, ചിന്ത മാറി, ഹൃദയത്തിൽ നിന്നുള്ള ആ ഈമാൻ പോയി. പിന്നെ നമ്മൾ പറയുന്നത് മറ്റു പല കാര്യങ്ങളുമാണ് പറയുന്നത്. കിട്ടേണ്ടത് കിട്ടാതെ പോവുക മക്കൾക്ക്. ഉമ്മാൻ്റെ ആ പ്രാർത്ഥന മക്കൾക്ക് കിട്ടാതെ പോയാൽ ആ ഉമ്മയോളം ഗതികെട്ടമ്മ വേറുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഉണ്ടാകേണ്ടത് ഉണ്ടാകാതെ പോയി, പറയേണ്ടത് പറയാതെ പോയി. അതാണ് സഹോദരങ്ങളെ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന് യഥാർത്ഥമായ ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത്തേത് തഖ്വൽ ഖുലൂബാണ്. നബി പലതവണ പറഞ്ഞു അത്തഖ്വ ഹാഹുന. ഇവിടേക്കാ ചൂണ്ടിയത്, ഹൃദയത്തിലേക്കാ ചൂണ്ടിയത്. അത്തഖ്വ ഹാഹുന എന്ന് പറഞ്ഞിട്ട് തലയിലേക്കോ കാലിലേക്കോ ശരീരത്തിലേക്കോ ചൂണ്ടിയില്ല. അത്തഖ്വ ഹാഹുന 3 തവണ. ഇവിടെ ഹൃദയത്തിലാണ് തഖ്വ, തഖ്വൽ ഖുലൂബ്. നമ്മളെ കൽബ് തഖ്വയുള്ള ഹൃദയമാകണം. അതിനെന്താ വേണ്ടത്? ഒരൊറ്റ കാര്യം അല്ല പറഞ്ഞത്, അള്ള വലുതാക്കി വെച്ചതിനെ നമ്മൾ വലുതാക്കി വെക്കണം. അള്ള ഗൗരവത്തിൽ പറഞ്ഞതിനെ ഗൗരവത്തിൽ തന്നെ കാണണം, നിസ്സാരമാക്കി കാണണ്ട. നല്ലത് ഭക്ഷിക്കാൻ പറഞ്ഞു, നല്ല ഭക്ഷണം കഴിക്കണം. നമ്മളെ ഹൃദയത്തിന് ഭൗതികമായ രൂപത്തിൽ നമ്മൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ശരീരത്തിനുണ്ടാവരുത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കണക്ക് നമ്മളെ താനൂരിനെ കേന്ദ്രീകരിച്ച് സാന്ത്വനം എന്ന് പറയുന്ന നമ്മുടെ ഒരു പാലിയേറ്റീവിൽ മാത്രം മാരകമായ ക്യാൻസർ രോഗം ബാധിച്ചവരായ 23 ആളുകളുണ്ടെന്ന കണക്ക്. കിഡ്നി രോഗം ബാധിച്ചവർ. ബാക്കിയുള്ളത് കണക്കില്ല. ഇതിന് കാരണമായിട്ട് നമ്മൾ ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്, ഒന്ന് പിന്നെ ഉറക്കല്ലായ്മ വലിയ പ്രശ്നമെന്നാണ് പറയണത്. ഞാൻ വിശദീകരിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഉറക്കൽ. ശരിക്കും ഉറങ്ങുമായിരുന്നറിയോ? നല്ല ഈമാനുള്ളവന് ദിക്റുദുആക്കെ ചൊല്ലി യശാംസ്കാരൊക്കെ നിസ്കരിച്ചോനെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓനല്ല അള്ളാഹുൽ തവക്കുലാക്കിയാണ്, ഓനെ ടെൻഷൻ ഉണ്ടാവില്ല, ഉറക്കം പോവില്ല. ഉറക്കം കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ച ടെൻഷനാണ്. ഒരു മുസ്ലിമിന് അത് ഉണ്ടാകാൻ പാടില്ല. എന്തെന്നെയാണെങ്കിലും അലല്ലാ അതുള്ളവന് ടെൻഷൻ ഉണ്ടാവില്ല, ടെൻഷൻ ഫ്രീ മനസ്സായിരിക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് പുകവലി വർദ്ധിച്ചു വരുന്നതാണ്. പിന്നെ ഫാസ്റ്റ് ഫുഡാണ്. ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങൾ പറയണത് ശ്രദ്ധിക്കണം. റബ്ബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷ്മതയിലും ഹലാൽ ആയിരിക്കണം, തൊയ്യിബായിരിക്കണം. നമ്മൾ കാരണം ഒരു തകരാറ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല.
അപ്പം അള്ളൊരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞതിനെ വലുതാക്കി വെക്കുക, നിസ്സാരാക്കണ്ട. തഖ്വൽ ഖുലൂബാണ് ആറാമത്തത്. ആ തഖ്വൽ ഖുലൂബ് എവിടെ പറഞ്ഞെന്നറിയോ? ആയത്ത് ശ്രദ്ധിച്ചോളി. വമൻ ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അല്ലാഹുവിൻ്റെ ശആറുകളെ വലുതാക്കി കണ്ടവൻ, അതിനെ വലുതാക്കി വെച്ചവൻ, റബ്ബ് പറഞ്ഞ കാര്യങ്ങളെ വലുതായി കണ്ടവൻ, നിസ്സാരവൽക്കരിക്കാത്തവൻ, ഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ആ പറഞ്ഞ കാര്യമാണ് തഖ്വൽ ഖുലൂബ്. അതുണ്ടാകണം സഹോദരങ്ങളെ. ഏഴാമത്തേത് ഹൃദയത്തിലെ റഅഫത്തും റഹ്മത്തുമാണ്. അള്ളാഹു പറയണേ, വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഊഹു റഅഫത്തൻ വറഹ്മ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ ഈസാ നബിയെ പിന്തുടരുന്നവർ ആരാണ്? ഈസാ നബിയെ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ആളുകൾ, ഈസാ നബിയെ ഇത്തിബാഇ ചെയ്യുന്നവർ, ഈസാ നബിനെ ആരാധിക്കണവരല്ല കേട്ടോ. ഈസാ നബിയെ പിന്തുടരുന്നവർ, ഈസാ നബിയെ ഇത്തിബാഇ ചെയ്യുന്നവരുടെ സ്വഭാവം അല്ല പറയാ. വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഊഹു, ആ ഈസാ നബിയെ ഇത്തിബാഇ ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ നാം ഉണ്ടാക്കി റഅഫത്തൻ വറഹ്മ, ദയയും കാരുണ്യവും ഉണ്ടാക്കി. അപ്പം ദയയും കാരുണ്യവുമുള്ള കൽബായിരിക്കണം നമ്മളെ കൽബ്. ഇന്ന് നമുക്കറിയാം ക്രിസ്ത്യാനികൾക്കിടയിൽ ഭയങ്കരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാധാരണ നടക്കാറുണ്ട്. അവരെ പറ്റിയാണ് പൊതുവെ, പള്ളിയിലച്ചന്മാരെ പറ്റിയും പാതിരിമാരെ പറ്റിയൊക്കെ അവർ ഭയങ്കര സ്നേഹത്തിൻ്റെ ആൾക്കാരാണ്, അവർ ഭയങ്കര കൃപയുടെ ആളുകളാണ്, അവർ ദൈവമാണ് സ്നേഹം എന്നൊക്കെ കണ്ട് പറയും. അപ്പോൾ അവരെയാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് പൊതുവെ അതിൻ്റെ ഒരു പൊതുവിതരണ ആളുകളായിട്ട് സ്വാഭാവികമായും ആളുകൾ കണ്ടുവരാറുള്ളത്. എന്നാൽ അള്ളാഹ് പറയാണ് അവർക്കല്ല അത് വേണ്ടത്. കാരണം എന്താ അറിയോ? ഈസാ നബിയെ ഇത്തിബായി ചെയ്യുന്നതിന് പകരം ഈസാ നബിയെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരെ പോലെ പ്രവാചകന്മാരെ ഇത്തിബായി ചെയ്യണം, ആ പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹിനെ ഇബാദത്തും ചെയ്യണം. ഇബാദത്തിന് പകരം ഇത്തിബായിന് പകരം ഇബാദത്ത് ചെയ്യുന്ന ക്രിസ്ത്യാനികളെ പറ്റി നമ്മൾ ആലോചിക്കുക. ഇത്തിബായി ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഇത്തിബായി ചെയ്യും, ക്രിസ്ത്യാനികളെ ഇബാദത്ത് ചെയ്യാണ് ഇന്നത്തെ ഭൂരിപക്ഷം. എങ്കിൽ സഹോദരങ്ങളെ, ഈസാ നബി ഇത്തിബായി ചെയ്യുന്നവല്ല, മുസ്ലിമീങ്ങൾ ഇബാദത്ത് ചെയ്യണമല്ല. അപ്പോൾ അള്ളാഹ് പറഞ്ഞ ഈ ഇത്തിബായി ചെയ്യുന്ന ഈ റഅഫത്തും റഹ്മത്തും നമ്മക്കാ വേണ്ടത്. വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഊഹു റഅഫത്തൻ വറഹ്മ, റഅഫത്തും റഹ്മത്തും നമുക്കാണ് വേണ്ടത്. സ്നേഹം, കാരുണ്യം, ഇതൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇതിനോട് ചേർന്ന് അള്ളാഹു പറഞ്ഞ എട്ടാമത്തെ വിഭാഗം ഹൃദയം മുഅല്ലഫത്തുൽ ഖുലൂബാണ്. നമ്മൾ സാധാരണ പറഞ്ഞ് കേട്ടൊരു വാക്കാ മുഅല്ലഫത്തുൽ ഖുലൂബ്. അതാരാ? ഇത് ചേർത്ത് പറയാൻ കാരണം നമുക്കറിയാം, ഇന്ന് ഈ മലയോര പ്രദേശങ്ങളിലും അതുപോലെ തന്നെ മറ്റ് പല അതുപോലെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഞാൻ ഈ പറഞ്ഞ ഇത്തരം ആളുകൾ ഒരുപാട് മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെ മതപരിവർത്തനം ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതൊക്കെയും എങ്ങനെ? ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല, ദീന് പറഞ്ഞു കൊടുത്തോ ദീന് പഠിപ്പിച്ചു കൊടുത്തോ അല്ല, മറിച്ച് എങ്ങനെയാണ് അവർ നടത്തിയത്? ഇതുപോലെയുള്ള സ്നേഹം, കൃപ, ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ട്, കാരുണ്യം, ഒരു ഭവനം വീട് വെച്ചു കൊടുക്കുക, കല്യാണം നടത്താൻ കഴിയാത്ത പെൺകുട്ടികൾക്ക് സ്വർണ്ണങ്ങൾ കൊടുക്കുക, അവരെ കല്യാണം നടത്തുക, വീട് വെച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവർ ഈ ആളുകൾ നടത്തിയിട്ട് പലരെയും അവർ കൊണ്ടുപോയി മുസ്ലിമീങ്ങളിൽ നിന്നും വലിയൊരു വിഭാഗം പോയിട്ടുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളോട് പറയാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് ഞമ്മക്കാരാ? മുഅല്ലഫത്തുൽ ഖുലൂബ് ആരാന്ന് ചെറിയൊരു മദ്രസയിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചവർക്ക് വരെ അറിയാം. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ സക്കാത്തിന് അവകാശികൾപ്പെട്ട അവകാശികളാണ്. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്നവർ, ചേർത്ത് നിർത്തിയവർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതാരാണ്? ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. മറ്റ് പല മതങ്ങളിലായി ജനിച്ചു വളർന്ന് ഇസ്ലാമിലേക്ക് അവർ അങ്ങനെ ജീവിച്ച് ഇസ്ലാം എന്താണെന്ന് മനസ്സിലായി, മുസ്ലിമീങ്ങളെ പറ്റി മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇസ്ലാമിലേക്ക് ആൾക്കാർ വരാൻ നബിക്ക് എന്തെങ്കിലും കൊടുക്കാൻ കയ്യിലുണ്ടായിരുന്നോ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ നബിൻ്റെ കയ്യിൽ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആൾക്കാർ വന്നു. പട്ടിണിയല്ലായിരുന്നു നബിക്ക്? ദാരിദ്ര്യമല്ലായിരുന്നു നബിക്ക് ഉണ്ടായിരുന്നത്? പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ആൾക്കാർ വന്നത്? അതൊക്കെ മുഅല്ലഫത്തുൽ ഖുലൂബല്ലേ? ഈ വന്ന ആൾക്കാരൊക്കെ മുഅല്ലഫത്തുൽ ഖുലൂബാ. എങ്ങനെ വന്നത്? റഅഫത്തും റഹ്മത്തുമാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങൾ കേട്ടൊരായത്തുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ്. അപ്പം നബിയുടെ ആ ഹൃദയത്തിലെ
നബിയുടെ സ്നേഹവും കാരുണ്യവും ഇതൊക്കെയായിരുന്നു ആളുകളെ ആകർഷിച്ചത്. നബിൻ്റെ സ്വഭാവം പെരുമാറ്റമായിരുന്നു. നമ്മളെ കീശയിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിലും നമ്മുടെ പെരുമാറ്റം കണ്ട് ഈ ദീനിനെ ആൾക്കാർ മനസ്സിലാക്കണം. അതിന് നമുക്കൊരു ഹൃദയം ആവശ്യമാണ്. ഈ ഹൃദയത്തിൽ നിറയെ പകയും വിരോധങ്ങളും ശത്രുതയും ഒക്കെ വരിച്ചിട്ടാണ് ഈ നമ്മളെ കൽബെങ്കിൽ മുഅല്ലഫത്തുൽ ഖുലൂബ് ഉണ്ടാവില്ല. ഇങ്ങോട്ട് ആരും വരൂല. മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞൊരു ഭാഗം തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ സഹോദരങ്ങളെ, 12 കൽബുകളിൽ 7ാമത്തത് റഅഫത്തും റഹ്മത്തുമുള്ള കൽബാണ്. 8ാമത്തത് മുഅല്ലഫത്തുൽ ഖുലൂബ്. അതെങ്ങനെയാണെന്ന് അറിയങ്ങൾ, നമ്മൾ മറ്റുള്ളവരോട് ആ ഒരു ഇൽഫത്ത് ഉണ്ടാകുമ്പോൾ നമ്മളും അതാകും. അത് ഇങ്ങോട്ട് വന്നവർക്ക് മാത്രമല്ല, അവരെ സ്വീകരിച്ചവർക്കും ആ അവസ്ഥ ഉണ്ടാകണം. ആയത്ത് നിങ്ങൾക്കറിയാം, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹ് നിങ്ങൾക്ക് തന്ന നിഅമത്ത് ഓർക്കണം. ഇത് കുൻതും അഅദാ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളെ കൽബുകൾ തമ്മിൽ നാം കൂട്ടിയിണക്കി തന്നു. നബിന്റെ ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നില്ലേ? അബൂ സുഫിയാൻ ആരാ? അബൂ സുഫിയാൻ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അബൂ സുഫിയാനെ നമ്മൾ ഇവിടെ കേൾക്കുന്നത്, അബൂ സുഫിയാനെ കേൾക്കണം ഇസ്ലാമിന്റെ ശത്രുവിന്റെ ഭാഗത്താ. അബൂ സുഫിയാൻ മുസ്ലിം ആയിട്ടുണ്ട്, മരിക്കണ മുമ്പ് മതത്തിൽ ചേർന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എത്ര സഹാബികൾ. ഹിന്ദ് ഹംസ റളിയല്ലാഹു തആല അൻഹയുടെ കരൾ കടിച്ചു തുപ്പാൻ വേണ്ടി വഹ്ഷിക്ക് പണം കൊടുത്ത് ഏർപ്പാടാക്കിയ 2 പേര് മുസ്ലിമായി. അവസാനം വഹ്ഷി മുസ്ലിമായി, ഹിന്ദു മുസ്ലിമായി. റളിയല്ലാഹു അൻഹും ഇവരൊക്കെ എന്തുകൊണ്ടിട്ടാ വന്നത്? അപ്പൊ സഹോദരങ്ങളെ, മുഅല്ലഫത്തുൽ ഖുലൂബാണ് 8. 9ാമത്തത് ഹൃദയത്തിന്റെ അലങ്കാരമാണ് സീനത്തുൽ ഖുലൂബ്, ഭംഗിയുള്ള ഹൃദയം. നമ്മൾ ശരീരം ഭംഗി കൂട്ടും. ഇപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ദോഷത്തെക്കുറിച്ച് പറയുന്നതാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ 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 കുട്ടികൾക്ക് വരെ ഇന്ന് മാരകമായ രോഗങ്ങൾ, ശരീരത്തിന് ചർമ്മരോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആ ചർമ്മരോഗങ്ങൾ ചിലത് മനുഷ്യൻ്റെ ആന്തരികമായ അവയവങ്ങളെ ബാധിക്കുന്നതാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കിഡ്നിയെ ബാധിക്കും, ലിവറിനെ ബാധിക്കും. ഇത് ഏതെങ്കിലും ഖുർആന്റെ ആയത്തോ ഹദീസോ അല്ല, ഇതിനെക്കുറിച്ച് പഠിച്ച ശാസ്ത്രമാണ്. ഡോക്ടർമാരാ പറയണത്. ചുണ്ടിൽ തേക്കുന്ന ചായം, മുഖത്ത് പരട്ടുന്ന ചായം, ഇതൊക്കെ മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന കണക്ക്. ഏത് ചെറുപ്പക്കാരികൾക്കൊക്കെ ഇപ്പോൾ ആണുങ്ങളടക്കം ഈ കോലത്തിലാണ് നടക്കുന്നത്. പെണ്ണുങ്ങൾ പുറത്തു പോകുന്ന പോലെയാണ് ആണുങ്ങൾ വരെ പുറത്തു പോകുന്ന ചെറുപ്പക്കാർക്കെല്ലാം വർദ്ധിച്ചു വരികയാണ് ഇത്തരം കാര്യങ്ങൾ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയമാണ് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാകേണ്ടത്. അതാണ് സീനത്തുൽ ഖുലൂബ്. ഹൃദയത്തിന് ഭംഗി ഉണ്ടാകണം. ഹൃദയം ദുഷിച്ചതാണെങ്കിൽ പുറം മോടി എത്ര ഭംഗി കൂട്ടിയിട്ടും കാര്യമില്ല. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും. പണ്ട് ചെറുപ്പക്കാരാണെങ്കിൽ ഇപ്പം രക്ഷിതാക്കളടക്കം മകൻ്റെ മുഖം എങ്ങനെയെന്ന് പോലും നോക്കില്ല. ചില പെൺകുട്ടികളെ 20, 30 ചെറുപ്പക്കാർ വന്ന് കണ്ടിട്ട് പറ്റാതെ പോയി, കുടുംബം വിഷമം. ഒരാൾ പെൺകുട്ടിനെ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ സങ്കടം. എത്ര വീട്ടുകാരുണ്ടെന്നറിയോ? നല്ല ഖുർആൻ പഠിച്ചവർ, ദീന് പഠിച്ചവർ, നല്ല പെൺകുട്ടികൾ. കുറച്ച് നിറം കുറഞ്ഞതിൻ്റെ പേരിൽ, സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിൽ എത്ര പെൺകുട്ടികളുണ്ടെന്ന് അറിയങ്ങൾ. ഇപ്പോൾ വലിയ പരാതി, ഇപ്പോൾ പെൺകുട്ടികളെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ വലിയ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ലാത്ത അവസ്ഥ എത്തുന്ന. ഏതിനെ കിട്ടാത്ത അറിയങ്ങൾ? കിട്ടായ്മൊന്നുമല്ല, ഇപ്പം അറിഞ്ഞതിനെ കിട്ടണില്ല എന്നുള്ളതാ. കാരണം ഇവന് ബൈക്കിൻ്റെ ബാക്ക്, ഇവൻ്റെ കോൽ എന്തായാലും വേണ്ടില്ല. ഇവനെ കൊണ്ടുപോകാനും ഫോട്ടോ ഷൂട്ട് ചെയ്യാനും കടപ്പുറത്ത് കൊണ്ടാകാനും പാലത്തിന് മേലെ കൊണ്ടാകാനും എന്നിട്ട് ഫോട്ടോ എടുക്കാനും സോഷ്യൽ മീഡിയയിൽ വിടാനും ഇതിൻ്റെ ഇങ്ങനെ ഈ സംഗതികൾ ഇങ്ങനെ പ്രചരിപ്പിക്കാനൊക്കെ ഇത് മുഴുവൻ ആൾക്കാരെ മുന്നിൽ കാണിക്കുകയാണല്ലോ. ഒരു കല്യാണം നടന്നാൽ എന്താ നമ്മുടെ നാട്ടിൽ ചെറുപ്പോൻ ഇറങ്ങണതും ഓള് വരണതും, എന്നിട്ട് ആ 4 മറ്റേ പണ്ടത്തെ ഈ ശബരിമലൻ്റെ ആൾക്കാർ പോകുമ്പോൾ വെളിച്ചപ്പാടിന് കൂടി 4 സാധനം പിടിച്ച് കൊണ്ടുപോകും. അതിൻ്റെ ഉള്ളിൽ അതേമാതിരി സാധനം പിടിച്ച് കൊണ്ടുപോകലും പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ തോരണം തൂക്കൽ, ഇത് തുടങ്ങിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്. സ്പ്രേ ചെയ്യലും, ഇതൊക്കെ വീഡിയോയിൽ, ഇതൊക്കെ എന്തിനാ? എല്ലാം വീഡിയോയിൽ പിടിച്ചിട്ട് ഒക്കെ പ്രചരിപ്പിക്കുകയാണ്. സ്റ്റാറ്റസ് വെക്കലും പ്രചരിപ്പിക്കലും. ഒരു കല്യാണം, ആ ആണിനും ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും കണ്ട് ഓളെ സൗന്ദര്യം കാണണം, ചൊറുക്ക് കാണണം. ഇതാണ് ആവശ്യം. അങ്ങനത്തെ ഒന്നിനെ നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് സഹോദരങ്ങളെ, ആ ചായക്കണ്ട് പോകും, ആ മേക്കപ്പൊക്കെ പോകും, ആ അലങ്കാരങ്ങളൊക്കെ പോകും. ആ അന്നിട്ട ഡ്രസ്സ് പിന്നെ ഒരു വട്ടം പോലും ഇടാൻ പറ്റാത്തതാ. പലതും വാടകയ്ക്ക് എടുക്കലാ.
ഇനി വരാൻ പോണ കാലം അങ്ങനെ തന്നെ. പല രാജ്യങ്ങളിലും വാടകയ്ക്ക് പെണ്ണുങ്ങളെ കല്യാണമല്ലല്ലോ ഇപ്പം നടക്കുന്നത്. പിന്നെ വാടകയ്ക്ക് എടുക്കുക, ഒരു പെണ്ണിനെ വാടക എടുക്കുക, ഒരു 3-4 കൊല്ലം ഒരു ഭാര്യ ഭർത്താക്കന്മാരെമാതിരി ജീവിക്കുക, എന്നിട്ട് പിന്നെ ഓൾക്ക് കൊടുക്കാൾ കൊടുത്തു വിടുക. ഈ സംസ്കാരം നമ്മുടെ നാട്ടിലേക്കും വരും. ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാൽ അതും കൂടെ വരാൻ ബാക്കിയുള്ളൂ. വസ്ത്രങ്ങൾ വരെ ഒരു ദിവസം മാത്രം മണവാളൻ അന്ന് എടുക്കണ, പിന്നെ അത് ഇടാൻ പറ്റൂല. മണവാട്ടിക്കും അങ്ങനെ അന്ന് എടുക്കണേ, പിന്നെ അത് ഇടാൻ പറ്റൂല. അള്ളാഹു ഇഷ്ടപ്പെടും. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ശൈത്താനിന്റെ സഹോദരങ്ങളാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹ് ഒരിക്കലും പൊറുക്കൂല, അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടൂല. റബ്ബിന് വെറുപ്പാണത്. അതല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം അഴിച്ചു വെച്ച്, ഈ മേക്കപ്പ് അഴിച്ചു വെച്ച്, ഡ്രസ്സൊക്കെ അഴിച്ചു വെച്ച് വീട്ടിൽ പെരുമാറാൻ അറിയാത്ത പെണ്ണ്, സ്വഭാവം 5 കാശിനില്ല നമ്മൾ പറയല്ലോ, പെരുമാറാൻ അറിയില്ല, മാതാപിതാക്കളാരാ അയൽവാസികളാരാ എങ്ങനെ വർത്താനം പറയണമെന്ന് പോലും അറിയില്ല. കാരണം എന്താ? കൽബ് അങ്ങനെ കിടക്കുക. കൽബ് നന്നായിട്ടില്ല, പുറമോടിയാണ് നന്നായത്. എന്തിന് പറ്റും സഹോദരങ്ങളെ? സമാധാനം ഉണ്ടാകും ആ വീട്ടിൽ, സന്തോഷം ഉണ്ടാകും ആ വീട്ടിൽ. അപ്പം എന്താ വേണ്ടത്? ഹൃദയത്തിന് അലങ്കാരം ഉണ്ടാകണം. അള്ളാഹു ഖുർആനിൽ പറയാ, എങ്ങനെയാണ് അലങ്കാരം ഉണ്ടാകുക? ഈമാൻ കൊണ്ടാണ്. ഈമാൻ ഉണ്ടാക്കണം, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാക്കണം. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യണത് ചെയ്യലല്ല ഈമാൻ. എല്ലാവരും കാണിക്കലല്ല ഈമാൻ. നാട്ടിലെ കല്യാണം അങ്ങനെയാണ്. ഓഡിറ്റോറിയ കല്യാണം നമ്മൾ കാണുന്നത്, നമ്മൾ കൂടുന്നതും, നമ്മൾ പോയി എളാപ്പാൻ്റെ മക്കൾ, മൂന്നാപ്പാൻ്റെ മക്കളൊക്കെ സഹോദരങ്ങൾ ഇസ്ലാമിലൊരു കല്യാണമല്ലേ? അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചൊരു കല്യാണമല്ലേ? ഒരു മുഅ്മിൻ നടത്തേണ്ട ഒരു കല്യാണമല്ലേ? ഒരു മുസ്ലിമിൻ്റെ കല്യാണമല്ലേ? അതില്ല. അതെന്താ പറ്റാത്തത്? അതെന്താ പഠിക്കാത്തത്? അതുണ്ടാവണ്ടേ? കൂടിച്ചേരലാണോ? ആണ് പെണ്ണും കൂടിച്ചേരാൻ പാടുണ്ടോ? ഇഖ്തിലാത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? എവിടെയാണ് നമ്മളുള്ളത്? ഈമാൻ ഉണ്ടാകണം. ഈമാനുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ ആ ഹൃദയത്തിന് അലങ്കാരമുണ്ടാകും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ കേട്ടോളൂ. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും. അല്ലാഹു തആല വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന, ഈമാൻ പ്രിയപ്പെട്ടതാക്കി തീർക്കും അല്ലാഹ്. ഏറ്റവും പ്രിയപ്പെട്ടത് കൂട്ടുകാരും നാട്ടുകാരും ചങ്ങാതിമാരും ഒന്നുമല്ല. ഫ്രണ്ട്സിനെ എങ്ങനെ മുടക്കുക, ചങ്ങായിമാരെങ്ങനെ പിണക്കുക, ഓർക്കൊക്കെ എടുത്തു കൊടുക്കണ്ടേ. ഇത് ഏറ്റവും പ്രിയപ്പെട്ടത് എന്തായിരിക്കും? ഇവരൊന്നുമല്ല, കൂട്ടുകുടുംബങ്ങളും സ്നേഹിതന്മാരും ഒന്നുമല്ല. വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാനായിരിക്കും ഒരു മുഅ്മിനിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഏറ്റവും പ്രിയപ്പെട്ടത് ഈമാനാ. അപ്പൊ അല്ലാഹ് എന്ത് ചെയ്യും? വസയ്യനഹു ഫീ ഖുലൂബിക്കും, അവിടെ കൽബിന് അല്ലാഹു തആല സീനത്ത് കൊടുക്കും. വസയ്യനഹു ഫീ ഖുലൂബിക്കും, ഹൃദയത്തിന് അല്ലാഹു അലങ്കാരം കൊടുക്കും, ഭംഗി കൊടുക്കും. ഇതെല്ലാവർക്കും കിട്ടൂല. പ്രാർത്ഥിക്കണം. ഫളിലം മിനല്ലാഹി വ നിഅമ, അല്ലാഹുവിൻ്റെ അങ്ങേ അറ്റത്തെ നിഅമത്തും ഫളിലുമാണ്, അനുഗ്രഹവും. അല്ലാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവുമാണ് പറഞ്ഞത്, ഔദാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും കിട്ടൂല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണത്? അല്ലാഹുമ്മ സയ്യിന്നാ ബിൽ ഈമാൻ, പഠിച്ചു വെക്കണം, കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുമ്മ സയ്യിന്നാ ബിൽ ഈമാൻ, അല്ലാഹുവേ ഈമാനെ കൊണ്ട് എനിക്ക് ഭംഗി കൊണ്ട പടച്ചോനെ, ഈമാനെ കൊണ്ട് എനിക്ക് ഭംഗി കൊണ്ട പടച്ചോൻ എന്നാണ്. ഹൃദയത്തിന് ഈമാൻ കൊണ്ട, ഹൃദയത്തിന് ഭംഗി കൊണ്ട പടച്ചോൻ എന്നാണ്. അല്ലാഹുമ്മ സയ്യിന്നാ ബിൽ ഈമാൻ വജ്അൽനാ ഹുദാതൻ മുഹ്തദീൻ. ഇതാണ് പ്രാർത്ഥന. നബി എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥന, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജ്അൽനാ ഹുദാതൻ മുഹ്തദീൻ. അല്ലാഹുവേ, സന്മാർഗം തേടിയവനും കിട്ടിയവനും ആ സന്മാർഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവനുമാകണം പടച്ചോനെ. അതിന് ഈമാൻ വേണം. ആ ഈമാൻ കൊണ്ട് എനിക്ക് ഭംഗി കൂട്ടി പടച്ചോനെ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഹൃദയമായിരിക്കണം സഹോദരന്മാരെ നമ്മുടെ ഹൃദയം. ഈ മിടിപ്പ് നിലക്കുന്നതിന് മുമ്പ് അത്തരം ഹൃദയത്തിൻ്റെ ആളുകളായിട്ട് മാറണം. 10ാമത്തേത് വജിലത്ത് ഖുലൂബ്, നടുക്കമുള്ള ഹൃദയം. എന്ത് കേട്ടാലും ആര് കുലുങ്ങിയാലും കുലുങ്ങൂല എന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ ഉള്ള ഒരു ഹൃദയം നമുക്കുണ്ടാവരുത്. ഒരു മുഅ്മിനിന് ഉണ്ടാവാൻ പാടില്ല. ഒരു മുഅ്മിനിൻ്റെ ഹൃദയം നടുങ്ങുന്ന ഹൃദയമായിരിക്കണം. എപ്പോഴാണ്, എന്തിനാണ് നടുങ്ങേണ്ടത്? എന്തെങ്കിലും ദുരന്തം കണ്ടിട്ട് നടുങ്ങല്ല, എന്തെങ്കിലും അപകടങ്ങൾ കണ്ടിട്ട് നടുങ്ങല്ല, എന്തെങ്കിലും ഒരു കണ്ണിന് ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് നടുക്കുന്ന ആ നടുക്കത്തെക്കുറിച്ചല്ല. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു ഇന്നമൽ മുഅ്മിനൂന, ആരാണ് മുഅ്മിനുകൾ? മുഅ്മിനുകൾ അവർ മാത്രമാണ്. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹിനെ പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ, അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ ഒരു ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ, ഇദാ ദുക്കിറല്ലാഹ്, അത് കേട്ടാൽ വജിലത്ത് ഖുലൂബുഹും. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹിനെ പറ്റി പറയപ്പെട്ടാൽ, കേൾക്കപ്പെട്ടാൽ, കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ, ദീന് പറഞ്ഞാൽ ഹൃദയം നടുങ്ങും.
വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ, ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, ആരും ഒറ്റപ്പെടുത്തിയാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല, അവർ റബ്ബിൽ തവക്കുലാക്കും. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, അവരാണ് ഒറിജിനൽ മുഅ്മിനീങ്ങൾ. അപ്പോൾ എന്തൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് ഉറപ്പായി, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് ഉറപ്പായി. അല്ലാഹ് പറയാ ഉലൈക ഹുമുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ മതി, അവരാണ് മുഅ്മിനീങ്ങൾ എന്ന്. പക്ഷെ അല്ലാഹ് നിർത്തിയില്ല, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖ, ഈ പറഞ്ഞവരാണ് ഒറിജിനൽ മുഅ്മിനുകൾ. ആ ഒറിജിനാലിറ്റി നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം സഹോദരങ്ങളെ. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ അവർക്ക് ഉയർന്ന പദവിയുണ്ട്. വമഗ്ഫിറ, അവർക്ക് പാപമോചനമുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ, ഒരു മയ്യത്ത് നമ്മൾ കാണുമ്പോൾ ആദ്യം എന്താ പറയുക? അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വർഫഇ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹ് ഈ ആയത്തിൽ പറയാ മഗ്ഫിറത്തുണ്ട്, ദറജ ഉയർത്തി കൊടുക്കും. ആർക്ക്? ഒറിജിനൽ മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ കഴിയണം, അവർക്കാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. 11ാമത്തെ ഹൃദയം ഖൽബുൻ ഖാശിഅ. ഖൽബുൻ ഖാശിഅ എങ്ങനെയാണ് സഹോദരങ്ങളെ? കീഴൊതുങ്ങിയ ഹൃദയം എന്നാണ് ആ വാക്കിനർത്ഥം. കീഴൊതുങ്ങിയ ഹൃദയം, അള്ളാഹുവിനും റസൂലിനും കീഴൊതുങ്ങിയ ഹൃദയം, അവിടെ ഒതുങ്ങി നിൽക്കണം, അപ്പുറത്തേക്ക് പോകാത്ത ഹൃദയം. അള്ളാഹു പറയാണ് അലം യഅ്നിലില്ലദീന ആമനു, ഈമാനുള്ളവരെ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? ഖുർആന്റെ വല്ലാത്തൊരു ശൈലിയാണ്, വല്ലാത്തൊരു ചോദ്യമാണ് അള്ളാന്റെ. അലം യഅ്നിലില്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയാൽ കീഴൊതുങ്ങാൻ സമയമായില്ലേ? വമാ നസല മിനൽ ഹഖി, അള്ളാഹു ഇറക്കിയ ഈ സത്യത്തിലേക്കും ഹൃദയങ്ങൾ കീഴൊതുങ്ങുന്ന ഹൃദയങ്ങളാക്കാൻ ഇനിയും സമയമായില്ലേ? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബി മിൻ ഖബൽ, മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ നിങ്ങളാവരുത്. ഗ്രന്ഥം കയ്യിൽ വെച്ച്, ഗ്രന്ഥം വീട്ടിൽ വെച്ച് അത് പഠിക്കാതെ മനസ്സിലാക്കാതെ തോന്നിയ പോലെ ജീവിച്ച മുൻഗാമികളെ പോലെ നിങ്ങളാവരുത്. എന്താ അവർക്ക് പറ്റിയത്? ഫതാല അലൈഹിമുൽ അമദ്, കാലദൈർഘ്യമുണ്ടായി, കാലം നീണ്ടുപോയി. ഫക്കസത്ത് ഖുലൂബുഹും, ഹൃദയം കടുത്തുപോയി. അതുകൊണ്ട് എന്തുണ്ടായി? കസീറും മിൻഹും ഫാസിഖൂൻ വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ കഴിഞ്ഞുപോയവരിൽ ഭൂരിപക്ഷവും ദുർമാർഗികളായി മാറി ഭൂരിപക്ഷം ആളുകൾ. സഹോദരങ്ങളെ, അങ്ങനെ ദുർമാർഗികളായ ഒരു ഭൂരിപക്ഷം മുസ്ലിമീങ്ങളിൽ ഉണ്ടായിക്കൂടാ. എന്താ വേണ്ടത്? അള്ളാഹുലേക്ക് കീഴൊതുങ്ങണം, അള്ളാഹ് ഇറക്കിയ ഗ്രന്ഥത്തിലേക്ക് കീഴൊതുങ്ങണം, അതാണ് വേണ്ടത്. ഹൃദയത്തിൽ അത് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഈ പറഞ്ഞ യാതൊന്നും ഉണ്ടാകില്ല. ഒരു പെണ്ണ് എവിടൊക്കെ പോകാം, എവിടൊക്കെ കറങ്ങാം, ആരൊക്കെ അവളെ കാണാം, എന്തൊക്കെ അവൾക്ക് ചെയ്യാം, മതപരമായ നിർദ്ദേശങ്ങളുണ്ട്. അള്ളാഹു പറഞ്ഞു വൽ ഖാശിഈന വൽ ഖാശിആതി, ഹൃദയം ഖുശൂഉള്ള ഹൃദയമുള്ള ആണും ഹൃദയമുള്ള പെണ്ണും അവർക്കാണ് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചത്. ഹൃദയത്തിലേക്ക് അത് ഇറങ്ങിയാൽ സഹോദരങ്ങളെ, ഖുർആനാണ്, ആ ഖുർആനിലേക്ക് കീഴൊതുങ്ങി വരണം. അതാണ് അള്ളാഹിലേക്ക് കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ്? അതൊരു മലക്ക് മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ പോലും ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ, ആ മല അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്നത് കാണാം നിനക്ക്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു, നിനക്ക് കാണാം ആ മലയെ. ഖാശിഅൻ, ആ മല പോലും കീഴൊതുങ്ങുന്നതായി കാണാം. മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ, അള്ളാഹിനെ കുറിച്ചുള്ള ഭയത്താൽ അത് പൊട്ടിത്തകരുന്നതായിട്ട് നിനക്ക് കാണാം. മലക്ക് മുകളിൽ ഖുർആൻ ഇറങ്ങിയാൽ, ഒരു മലയുടെ മുകളിലാണെങ്കിൽ പോലും. എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഹൃദയത്തിലേക്ക് ഖുർആൻ വന്നാൽ ആ ഹൃദയം ഖുശൂഉള്ള ഹൃദയമായിട്ട് മാറും. വഇന്ന മിൻ അഹ്ലിൽ കിതാബി ലമൻ യുഅ്മിനു ബില്ലാഹി വമാ ഉൻസില ഇലൈക്കും വമാ ഉൻസില ഇലൈഹിം ഖാശിഈന ലില്ലാഹ്, ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, അതിന് മുമ്പ് ഇറക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിക്കുക. ഇങ്ങനെയുള്ള വേദഗ്രന്ഥത്തിൻ്റെ ആളുകൾ അല്ലാഹ് പറയാ ഖാശിഈന ലില്ലാഹ്, അവർ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരായിരിക്കും. ലാ യശ്തറൂന ബി ആയാത്തില്ലാഹി സമനൻ ഖലീല, അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തുച്ഛമായ വിലക്ക് അവർ വിൽക്കൂല. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ്റെ ഈമാൻ അവർ നഷ്ടപ്പെടുത്തൂല. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ആയാത്തുകൾ അവർ വിൽക്കൂല. ലാ യശ്തറൂന എന്ന് പറഞ്ഞാൽ അവരത് കൈയൊഴിയില്ലാന്നർത്ഥം, അവരത് വിട്ടേക്കുകയില്ല. ഉലൈക ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കാണ് റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. വഖുർആനൻ ഫറഖ്നാ ലിതഖറു അലന്നാസി അലാ മുക്സിൻ, ഈ ഖുർആനിനെ പല ഭാഗങ്ങളാക്കിയത് ജനങ്ങൾക്കത് സാവകാശം ഓതി കേൾപ്പിച്ചത് പഠിപ്പിച്ചു കൊടുക്കാനാണ്. വനസ്സൽനാഹു തൻസീല, ക്രമേണ നാം ഇറക്കി. ഖുൽ നബിയെ പറയുക ആമിനു ബിഹി ഔ ലാ തുഅ്മിനു, അതിൽ വിശ്വസിക്കട്ടെ വിശ്വസിക്കാതിരിക്കട്ടെ. ഇന്നല്ലദീന ഊതുൽ ഇൽമ മിൻ ഖബ്ലിഹി, മുമ്പേ ഇതിൽ ഇൽമുള്ള ആൾക്കാർ, അറിവുള്ള ആളുകൾ, ഇദാ യുത്ല അലൈഹിം യഖറൂന ലദ്കാനി സുജ്ജദാ, ഇതവർ ഊതി കൽപ്പിക്കപ്പെട്ടാൽ നാട്ടക്കുത്ത് സുജൂദിൽ വീഴും. ഇനി അങ്ങോട്ട് കീഴൊതുങ്ങാൻ, കീഴൊതുക്കത്തിൻ്റെ ഏറ്റവും അക്സാവായത്താണ് സുജൂദിൽ വീഴും. അവർ സുജൂദിൽ വീഴും. വയഖൂലൻ, അവർ പറയും സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല, നീ എത്ര പരിശുദ്ധനാണ്, നിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിൽ വരിക തന്നെ ചെയ്യും. സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, വിചാരണ സത്യമാണ്. എൻ്റെ ഓരോ കർമ്മത്തിനും വാക്കിനും പ്രവർത്തിക്കും, ഓരോ രാവിനും പകലിനും നിമിഷങ്ങൾക്കും
ഞാൻ മറുപടി പറയേണ്ടി വരും. അതെത്ര സത്യമാണ്. സുബ്ഹാന റബ്ബിന ഇൻകാന വഅദു റബ്ബിന ലമഫ്ഊല. എന്നിട്ട് അത് പറയാ യഖ്റൂന ലിൽഅദ്കാനി വയസീദുഹും ഖുശുആ വയസീദുഹും ഖുശുആ. അവരുടെ ഹൃദയത്തിൽ ഖുശൂ വർദ്ധിക്കുമെന്നാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഖുർആനിൽ നിന്ന് അകന്നു പോകുന്നൊരു സമൂഹമാണ്, ഈ ദീനിൽ നിന്ന് അകന്നു പോകുന്നൊരു സമൂഹമാണ്. അള്ളാഹു തആല കണ്ണിൻ്റെ മുന്നിൽ കാഴ്ചയായി പലതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിക്കാൻ അതറിയാതെ കേൾക്കാതെ പോകുമ്പോൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഖുതുബ തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ച ആ മാറാ രോഗിയുടെ അവസ്ഥയും ഗതികേടും ദൗർഭാഗ്യവും നമ്മളെ തേടി വരും. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 22 തരം ഖൽബിനെ ഒഴിവാക്കണമെന്നും 12 സ്വീകരിക്കണമെന്നും അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. ആയത്തുകളിലൂടെയാണ് നാം അതെല്ലാം കേട്ടത്. അവസാനമായി 12-മതായി നമ്മൾ സ്വീകരിക്കേണ്ടത് തലീനു ഖുലൂബുഹും, നൈർമല്യമുള്ള നേർത്ത ഹൃദയം. ഒരു വസ്തു നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ യോഗ്യത, അതിൻ്റെ ഏറ്റവും നല്ല ഗുണം എന്താണോ അതാണ് നമ്മൾ സ്വീകരിക്കുക. ഹൃദയത്തിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് അത് ലീനായിരിക്കണം, ലോലമായ ഹൃദയമായിരിക്കണം എന്നതാണ്. ലോലമായ ഹൃദയമായിരിക്കണം. ഹൃദയത്തിൽ കട്ടി പാടില്ല. ഹൃദയത്തിൽ കട്ടി ഉണ്ടാക്കുന്നത് അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ കാരണമാണ്. ആരുടെ ഹൃദയത്തിനാണ് കട്ടി കുറയുക? അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അല്ലാഹു ഇറക്കിയ ഏറ്റവും നല്ല ഈ വർത്തമാനം പരിശുദ്ധ ഖുർആൻ, അത് ഹൃദയത്തെ കട്ടി കുറക്കും, തൊലിയുടെ കട്ടി കുറക്കും. തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഹൃദയമായി മാറാൻ, നമ്മൾ ഹൃദയത്തെ മാറ്റാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. ലാ തജഅലു ബുയൂതകും മഖാബിറ. റസൂൽ പറഞ്ഞു, നിങ്ങളുടെ വീടുകൾ മക്ബറയാക്കരുത്. വീടുകൾ മക്ബറയാക്കരുത്. എന്താണ് അങ്ങനെ പറഞ്ഞത്? വീടുകൾ മക്ബറയാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖുർആൻ ഓതാത്ത സ്ഥലമാവരുത് എന്നാണ്. മക്ബറ എന്ന് പറയുന്നത് ഖുർആൻ ഓതാൻ പാടില്ലാത്ത സ്ഥലമാണ്. ലാ തജഅലു ബുയൂതകും മഖാബിറ. അതുകൊണ്ട് വീടുകളെ നിങ്ങൾ മക്ബറയാക്കരുത്. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ഖുർആൻ ഓതാത്ത സ്ഥലമാവരുത് നിങ്ങളെ വീട്. ഖുർആൻ ഓതാത്ത സ്ഥലം നിങ്ങളെ വീടുകളാവരുത്. ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം, ഖുർആനുമായി ബന്ധം നമ്മളെ വീടുകൾക്ക് ഉണ്ടാകണം. ഖുർആനില്ലാത്ത, ഹൃദയത്തിൽ ഖുർആൻ ഇല്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥ കബൈത്തിൻ ഹരിബ, തകർന്ന് പൊളിഞ്ഞു കിടക്കുന്ന ആൾതാമസമില്ലാത്തൊരു തറവാട് വീട് പോലെ, ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന ഒരു തറവാട് വീട് പോലെയാണ് ഖുർആനില്ലാത്ത മനുഷ്യൻ്റെ മനസ്സ്. അവിടെ എന്തൊക്കെ നടക്കും? ഇഴജന്തുക്കൾ ഉണ്ടാകും, പാമ്പും തേളും അവിടെ ഉണ്ടാകും, അവിടെ പല അനാവശ്യങ്ങളും നടക്കും, അവിടെ കള്ളന്മാരെ സങ്കേതമായി മാറും. ഇതുപോലെയായിരിക്കും ഖുർആനില്ലാത്ത മനുഷ്യൻ്റെ ഹൃദയം. എല്ലാ തോന്നിവാസങ്ങളും അവിടെ ഉണ്ടാകും. ഒരു തഖ്വയും ഖുശൂഉം അവിടെ ഉണ്ടാകില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതാനും ഖുതുബകളിലായി നമ്മൾ കേട്ട ഈ കാര്യങ്ങൾ ആവർത്തിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കുന്നതിലാണ് ഈ ദുനിയാവിൻ്റെ അവസാന സമയം. നമ്മുടെ ഹൃദയത്തിന് ഇന്നിപ്പോൾ എത്ര കൈവച്ച് ഡോക്ടർമാർ സ്റ്റെതസ്കോപ്പ് വെച്ച് ഒരു മിനിറ്റ് കൊണ്ട് എത്ര സമയം മിടിക്കുന്നു എന്ന് നോക്കും. ആ മിടിപ്പനുസരിച്ച് രോഗം നിർണ്ണയിക്കും, ആ മിടിപ്പനുസരിച്ച് ആരോഗ്യം പറയും, ആ മിടിപ്പനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പറയും. എങ്കിൽ ആ മിടിപ്പിൻ്റെ നിൽക്കലാണ് സഹോദരങ്ങളെ, ഹൃദയ മിടിപ്പിൻ്റെ നിൽക്കലാണ് നമ്മുടെ അവസാനം ഈ ഭൂമിയിലെ. അതിനു മുമ്പായിട്ട് അള്ളാഹ് പറഞ്ഞ പോലെ, റസൂൽ പറഞ്ഞ പോലെ ആ ഹൃദയത്തെ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.